യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണിന്ന്. ഏറെ സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈ ഒരു മാസം മുഴുവൻ നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. ഈ ഒരു മാസം മുഴുവൻ ദൈവത്തിൻ്റെ വലിയൊരു തണലേകുന്ന സംരക്ഷണം കിട്ടട്ടെ. ഇന്ന് 1-ാം തീയതി, ഓഗസ്റ്റ് മാസം 1-ാം തീയതി, ഡെയിലി ബ്ലെസ്സിങ്ങിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 1-ാം തീയതിയാണ്. ഞങ്ങളുടെ കയ്യിൽ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി കിട്ടിയിരിക്കുന്ന ഓരോ പേരുകളെയും ഞങ്ങൾ ഓർക്കുവാണ്. നിങ്ങൾ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. മക്കളെ കൂടി ഈ കാര്യങ്ങളൊക്കെ കേൾപ്പിക്കണം. പറ്റുന്നതുപോലെ, ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും. കാരണം നമ്മൾ ചിന്തിക്കും അവർക്കിതൊന്നും മനസ്സിലാകില്ല എന്ന്. നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് ഓരോ കുഞ്ഞുങ്ങളും, അറിവുള്ളവരാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അവരുടെ മനസ്സിൽ പതിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ 1-ാമത്തെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ഇവിടെ ലഭിച്ചിരിക്കുന്ന ഓരോ പേരുകളും അങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിച്ച് ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും ഈ കുഞ്ഞുങ്ങൾ രക്ഷകൻ്റെ കയ്യിലാവുകയാണ്. രക്ഷകൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. രക്ഷിക്കുന്നവൻ്റെ കൈകളിൽ, ഭവനങ്ങളിലോ ഇവിടെ എഴുതിയോ ഇവിടെ വന്നോ സമർപ്പിച്ച വ്യക്തികളെ, നിയോഗങ്ങളെ രക്ഷകൻ്റെ കയ്യിലേൽപ്പിക്കുകയാണ്. രക്ഷിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് കേൾക്കണം 1-ാം തീയതി. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പൂർണ്ണത വരുന്നത്. പ്രാർത്ഥനയോടെ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് സമയം 1 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 2 മുതലുള്ള വാക്യം. 1 സാമുവേൽ 7-ാം അധ്യായം 2 മുതലുള്ള വാക്യം വായിക്കുവാണ്. കർത്താവിൻ്റെ പേടകം ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു. ഇസ്രായേൽ ജനം കർത്താവിങ്കലേക്ക് തിരിഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേൽ ജനം. 3-ാമത്തെ വാക്യം. അപ്പോൾ സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർ ദേവതകളെയും ബഹിഷ്കരിക്കണം. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. ഇതാരാ പറഞ്ഞത്? സാമുവേൽ. നിങ്ങളുടെ വായിക്കുക. സാമുവേൽ പറഞ്ഞത്, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കലേക്ക് തിരിയണം, അന്യദേവന്മാരെ, അസ്താർ ദേവതകളെ ബഹിഷ്കരിക്കണം, പൂർണ്ണമായി നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം, ദൈവത്തെ ആരാധിക്കണം. ഇതാരാ പറഞ്ഞത്? ഇതാരാ പറഞ്ഞത്? സാമുവേൽ. ഇത് പറയാൻ സാമുവേൽ എങ്ങനെ? ആരുടെ മകനാണ്? ദൈവസന്നദ്ധിയിൽ കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിച്ച ഒരമ്മയുടെ മകനാണ് ഇന്ന് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കൊക്കെ ഒരു രാജ്യത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന ശക്തനായ ഒരാളായി മാറിയത്, ഒരു പ്രവാചകനായി മാറിയത്. പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ മകൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവനായി മാറി, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവനായി മാറി. പ്രാർത്ഥന, ആരാധന, ധ്യാനം എന്നൊക്കെ പറയുമ്പം പുച്ഛവും പരിഹാസവും കളിയാക്കലും ഒന്നും അല്ല. ഇന്നങ്ങനെ ഒത്തിരി പേരില്ലേ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്നവരും കളിയാക്കുന്നവരും വിമർശിക്കുന്നവരൊക്കെ ഇല്ലേ? എത്രയോ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാവോ? ഞങ്ങളുടെ മക്കളൊന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോയിരുന്നെങ്കിൽ, ഞങ്ങളുടെ മക്കളൊന്ന് കുടുംബ പ്രാർത്ഥനയിലൊന്ന് ഒരുമിച്ചിരുന്നായിരുന്നെങ്കിൽ, ഞങ്ങളുടെ മക്കളൊരു ദൈവത്തിലേക്കൊന്ന് വന്നായിരുന്നെങ്കിൽ, ഒന്ന് കുമ്പസാരിച്ചായിരുന്നെങ്കിൽ.
ഒന്ന് പള്ളി വന്നായിരുന്നെങ്കിൽ. ഒത്തിരി പേരുടെ ആഗ്രഹമാണ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, സമയമില്ല. പ്രാർത്ഥനയുള്ള ഈ അമ്മ ഹന്ന കുഞ്ഞിനെ ലഭിച്ചപ്പം പള്ളി കൊണ്ടുപോയി സമർപ്പിച്ച്, ആരാധനയ്ക്ക് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ശുശ്രൂഷക്കാരനാക്കി ഈ അമ്മ വളർത്തി. ആ വളർത്തിയതിൻ്റെ ഗുണമാണ് മകനും പ്രാർത്ഥന, ഒരു രാജ്യത്തിൻ്റെ പ്രാർത്ഥന നയിക്കാൻ കെൽപ്പുള്ളവനായി മാറി. ഇസ്രായേൽ ജനം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ നിന്ന് രാജ്യത്തോട് പറയുക, 10 പേരോടല്ല, ഒരു രാജ്യത്തോട് പറയുക, നിങ്ങൾ ദൈവത്തെ മാത്രം ആരാധിക്കണം, അവിടുന്ന് ദൈവം നിങ്ങളെ രക്ഷിച്ചോളും എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഇനി 6-ാമത്തെ വാക്യം, അവർ മിസ്പായിൽ ഒരുമിച്ചുകൂടി വെള്ളം കോരി കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. അപ്പോൾ പ്രാർത്ഥനയുള്ള ഒരമ്മ, ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കരഞ്ഞ അമ്മ, ആ കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുവന്നും പ്രാർത്ഥിപ്പിച്ചും ശുശ്രൂഷക്കാരനാക്കിയും ദൈവസ്വരം കേൾപ്പിച്ചും വളർത്തി വലുതായപ്പം ഇപ്പോൾ ഉപവസിക്കുന്ന ഒരാളായി, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളായി, രാജ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായി, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യാൻ ദൈവം പരമേൽപ്പിച്ച ഒരാളായി, ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായി മാറി സാമുവേൽ. ഞാൻ പ്രധാനപ്പെട്ട പറഞ്ഞെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മകൻ പ്രാർത്ഥനയെ കുറ്റം പറയുന്നവനല്ല, പ്രാർത്ഥിക്കുന്നവൻ തന്നെയായി മാറി. ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവനായി മാറി. ഉപവാസം എടുക്കുന്നവരായി മാറി. ഒരു രാജ്യത്തിൻ്റെ വിജയത്തിന് ഇതെല്ലാം കാരണമായി പിന്നീട് സാമുവേൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്തിനാണ് ഈ 1-ാം തീയതി ഇത് പറഞ്ഞത്? എന്നെ കേൾക്കുന്ന എല്ലാവരും കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. മാതാപിതാക്കളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, ഗുരുക്കന്മാരുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ഈ വചനമൊക്കെ അയച്ചു കൊടുക്കണം. ഈ 1 മുതൽ 15 വരെയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറയണം. ഇവിടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അവർക്ക് കൊടുത്താൽ ഇഷ്ടമുണ്ടാവില്ല, അവർ കേട്ടാൽ ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞാലോ, ഇഷ്ടമോ ഇഷ്ടക്കേടോ എന്നുള്ളതല്ല. ഒരു പ്രവാചക ദൗത്യമാണ് നമ്മുടേത്. ഒരു പ്രവാചക ദൗത്യമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ചെയ്യുക. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കണമെന്ന് നിർബന്ധമില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ഇടവകയിലെ എല്ലാവരും ഈ വചനം കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ നാട്ടിലെ, നിങ്ങളുടെ പ്രിയപ്പെട്ട സ്കൂളിലെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. ചിലരൊക്കെ ഈ വചനം കേൾക്കട്ടെ. മാതാപിതാക്കളെ, പണം ഉണ്ടാകും, വലിയ തിരക്കായിരിക്കും, ജോലിയും ഉത്തരവാദിത്വവും കാശുമൊക്കെ ഉള്ള വലിയ വീട്ടിലെ ആൾക്കാരായിരിക്കും നിങ്ങൾ, സാധാരണക്കാരായിരിക്കും, കൂലിവേലക്കാരായിരിക്കും, ആരുമാകട്ടെ. ഇതൊക്കെ ഒരു പാഠമാണ്. എല്ലാം ഉണ്ടെങ്കിലും മക്കൾ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എന്ത് സമ്പാദിച്ചിട്ടും എന്ത് കാര്യമാണ് ഉള്ളത്? ഒരാൾക്ക് നാട്ടിൽ വലിയ വീടുണ്ട്, 8-10 ഏക്കർ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്, തെങ്ങും തോട്ടവും റബ്ബർ ഒക്കെ ഉണ്ട്. വേറൊരു രാജ്യത്ത് അവർക്ക് 1-ലധികം വീടുകൾ അവർ 10-30 വർഷം കൊണ്ട് മേടിച്ചു. അവർ പറഞ്ഞു, എനിക്ക് മക്കളുണ്ട്, പക്ഷെ മക്കളാരും ഞങ്ങളെ വിളിക്കാറില്ല, ഞങ്ങളുടെ വീട്ടിൽ വരാറില്ല, വിവാഹം വേണ്ടെന്നാണ് പറയുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്തിനാ ഇങ്ങനെ കുറേ സമ്പത്ത്? നമുക്ക് വേണ്ട ദൈവാനുഗ്രഹമുള്ള സമ്പത്ത്. മക്കൾ ദൈവത്തെ അറിയണം, ദൈവത്തെ ആരാധിക്കുന്നവരാകണം, അവർക്ക് സമൂഹത്തിൽ നിലയും വിലയുമുള്ളവരായി വളർന്നു വരണം, ഉന്നത സ്ഥാനങ്ങളിൽ അവരെത്തണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ കിട്ടിയിരിക്കുന്ന ഓരോ നിയോഗവും രക്ഷകൻ്റെ കയ്യിലാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലാണ്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ ഈ വചനം പറയുമ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരില്ലേ, എഴുതി വച്ചവരില്ലേ? അവരുടെ ഒരു ഫോട്ടോ വേദപുസ്തകത്തിനകത്ത് വച്ച് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടാകും. ഞാൻ വിശ്വസിക്കുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നായിരിക്കുക, എവിടെയാകട്ടെ, ഇവിടെ വന്നു തന്നവർ, എഴുതി തന്നവർ, ഓരോ കുഞ്ഞുങ്ങളെയും യേശുവേ അങ്ങയുടെ തൃക്കരങ്ങളിൽ കൊടുക്കുന്നു. കുഞ്ഞുങ്ങളോട് പറയട്ടെ, സാമുവേലിനെ പോലെ പ്രാർത്ഥനയുള്ള അനുഗ്രഹമുള്ളവരായി നിങ്ങൾ വളരണം. നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് രക്ഷപ്പെടണം. വീടിൻ്റെ ഐശ്വര്യത്തെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. വീടിൻ്റെ സൽപ്പേര് വർദ്ധിപ്പിക്കുന്നവരാകണം. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭാവി ഇരുട്ടിലാവുകയില്ല.
നിങ്ങളുടെ ഭാവി കുറച്ചുകൂടെ മനോഹരമാകും. ആഗ്രഹിച്ച സ്ഥലത്ത് ദൈവം നിങ്ങളെ എത്തിക്കും. എത്തേണ്ട സ്ഥലത്ത് സുരക്ഷിതമായി എത്തും. ഒരാളും നശിച്ചു പോയേക്കല്ല്, ഒരാളും തകർന്നു പോയേക്കല്ല്, ഒരാളും നഷ്ടപ്പെട്ടു പോയേക്കല്ല്. ദൈവവചനത്തിൽ നിന്നോട് പറയുക, രക്ഷപ്പെട്ടു വന്നോണം, ഉയരങ്ങളിലെത്തിക്കൊള്ളണം, നല്ലതുപോലെ പഠിക്കണം, മിടുമിടുക്കരായി മാറണം. നിങ്ങൾക്ക് ദൈവം തന്ന കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്തിക്കോണം, രക്ഷപ്പെട്ടു വരണം. ഇന്ന് നിങ്ങൾക്ക് വീടില്ലേ, നിങ്ങളിലൂടെ നല്ല ഭവനം ഉണ്ടാകണം. ഇന്ന് നിങ്ങൾക്ക് നല്ല വാഹനമില്ലേ, നിങ്ങളിലൂടെ നല്ല വാഹനം ഉണ്ടാകണം. ഇന്ന് നിങ്ങൾക്ക് നല്ല സൽപ്പേരൊന്നുമില്ലേ, നിങ്ങളിലൂടെ ആ സൽപ്പേര് തിരിച്ചു പിടിക്കണം, രക്ഷപ്പെട്ടു വരണം. അതിനുവേണ്ടി വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാൻ. ഈ 15 ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഞങ്ങളുടെ സംരക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി വിശ്വാസത്തോടെ ഞങ്ങളെ ഏൽപ്പിച്ച ഓരോ നിയോഗത്തെ ഓർത്ത് ഭവനങ്ങളിൽ ഇരുന്നും പ്രാർത്ഥിക്കണം കേട്ടോ. യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഈ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിച്ച്, അങ്ങയുടെ വചനത്താൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങളിൽ സംഭവിക്കട്ടെ. കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ടോ ഗർഭിണികളായ സ്ത്രീകളോ ഒക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പറ്റും പോലെയൊക്കെ ഒന്ന് കരങ്ങളെ ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, ഈ കുഞ്ഞിനെ, ഈ മകനെ, ഈ മകളെ, ഞങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പറയുവാണ്, തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാണ്. ദൈവമേ, വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിവിധ ദേശങ്ങളിലായിരിക്കുന്നവർ, ഹോസ്റ്റലിൽ, കോളേജുകളിൽ ഒക്കെ പഠിക്കുന്നവർ, ഭവനത്തിൽ നിന്നുകൊണ്ട് സ്കൂളിൽ പോയി വന്ന് പഠിക്കുന്നവർ എല്ലാവരും ഓർത്ത് പറയുക, യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കണമേ, സൽസ്വഭാവികളാക്കി മാറ്റണമേ, മിടുമിടുക്കികളും മിടുക്കന്മാരുമാക്കി മാറ്റണമേ. കുടുംബത്തിൻ്റെ സൽകീർത്തി വർദ്ധിപ്പിക്കുന്നവരാകണമേ, അനുഗ്രഹം കൊണ്ടുവരുന്നവരാകണമേ. തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അവർക്ക് സ്വഭാവ രൂപീകരണം സംഭവിക്കണമേ. വഴിതെറ്റിപ്പോകാൻ ഇടയാകല്ലേ. മദ്യത്തിനും മയക്കുമരുന്ന് അടിമകളായി പോകാൻ ഇടയാകല്ലേ. അത് ഉപയോഗിക്കുന്നവരാകാൻ ഇടയാകല്ലേ. ഒരു കുഞ്ഞുപോലും ഇങ്ങനെയെന്ന് കേൾക്കാൻ ഇടയാകല്ലേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സംരക്ഷണത്തിനുമായി ഏൽപ്പിക്കപ്പെട്ടവർ, അനുഗ്രഹത്തിനായി വിശ്വാസത്തോടെ തന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച്, വചനത്താൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. നമുക്കൊന്ന് ആശീർവാദ പ്രാർത്ഥന. നാളെ ഞായറാഴ്ചയാണ്. ഈ 15 ദിവസവും അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഇത്രയും നിയോഗങ്ങളെ ചേർത്ത് വച്ച് ഈ 15 ദിവസവും പ്രാർത്ഥിക്കും. 15 ദിവസവും പ്രാർത്ഥിക്കും. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകത്തില്ല. സാധ്യമായ എല്ലാവരോടും പറയണം കേട്ടോ, ഇത് മറക്കരുത്. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി കിട്ടിയിരിക്കുന്ന ഓരോ മക്കളെയും, ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരെയും, വിവിധ രാജ്യങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. രക്ഷകൻ്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിക്കുന്നു. അവർ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഒന്നിനെ തട്ടിത്തെറിപ്പിക്കാൻ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒന്നിനെ ലോകത്തിൽ ഒരാൾക്കും, ഒരു ശക്തിക്കും, ഒരു തിന്മയ്ക്കും, ഒരു പിശാചിനും ഞോണ്ടിക്കൊണ്ടുപോകാൻ, തട്ടിക്കൊണ്ടുപോകാൻ, ഉപദ്രവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അങ്ങയുടെ ബലമുള്ള തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയോടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പേർ പങ്കെടുത്തു. സാധ്യമായ എല്ലാവർക്കും അത് അയച്ചു കൊടുക്കണം കേട്ടോ. ഈ വചനം ബൈബിൾ തുറന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഇതൊക്കെ പറഞ്ഞത് ശരിയാണോ? ഇതൊക്കെ നമ്മളും സമയം കിട്ടുമ്പോൾ ശ്രദ്ധിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ ഞായറാഴ്ചയാണ്, തിരക്കുണ്ട്, പള്ളിയിൽ പോകണം, ഭേദപാഠമുണ്ട്, എല്ലാം അറിയാം. എങ്കിലും ഒക്കുന്നൊരു സമയത്ത് നാളത്തെ പ്രാർത്ഥനയിലും വചനം കേൾക്കണം. പറ്റുവാണെങ്കിൽ 5:30 തന്നെ ഒരുമിച്ച് ഒരു കുടുംബമായി
ദൈവവചനം കേട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെയും കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.